ഇത് ഞാൻ നാരായണ ഭവനിൽ നിന്ന് ഫുഡ് എടുത്തപ്പോൾ എനിക്ക് വന്ന കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മേളിൽ വെച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ ഒന്നിച്ച് അതിനെ ചുറ്റി സെല്ലോ ടേപ്പ് ഒട്ടിച്ചേക്കും. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നിച്ചാണ് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രായമുള്ള ആളുകളൊക്കെ ഈ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ പാത്രത്തിലായിട്ട് ശരിക്കും പറഞ്ഞ സെല്ലോ ടോപ്പ് ഒട്ടിച്ച് വെച്ചാൽ പലപ്പോഴും ഈ എഡ്ജ് ഇല്ലാതെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ പുറത്തേക്കുള്ളൊരു തള്ളിച്ച ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെല്ലോ ടേപ്പ് കൈ കിട്ടാൻ വലിയ പാടാണ്. ഇതിലിതേ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. സെല്ലോ ടേപ്പ് നമുക്ക് വെറുതെ ഒരു വട്ടം മുറിച്ച് ആ ചുറ്റങ്ങട് അഴിച്ചെടുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഹോട്ടലുകാർ ഇങ്ങനത്തെ കണ്ടെയ്നർ അയച്ചു കൊടുക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയൂ കേട്ടോ. കാരണം ഇത് ഒത്തിരി ഉപകാരപ്രദമാണ്. പലപ്പോഴും ഈ മറ്റു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഈ ഓരോ സിംഗിൾ ആയിട്ടുള്ള കണ്ടെയ്നറിന് ചുറ്റോടി ഒട്ടിച്ചു വെച്ചേക്കണം സെല്ലോ ടൈപ്പിന്റെ അറ്റം കണ്ടുപിടിക്കാനും അത് ഒരു കത്തി വെച്ച് മുറിച്ചെടുക്കാനും എന്നാ പാടാന്ന് അറിയാവൂ. ചിലപ്പോൾ ഈ ഗ്രൂ ഇല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ഇങ്ങനത്തെ ഈ വക്കില്ലെങ്കിൽ ഇതങ്ങ് ഒട്ടിച്ചേർന്നിരിക്കും. നമുക്ക് വലിയ പാടാ അത് കട്ട് ചെയ്തെടുക്കും, പ്രത്യേകിച്ച് പ്രായമുള്ള മനുഷ്യർക്ക്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹോട്ടലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് നടത്തുന്നവരും ഒക്കെ ഈ രീതിയിൽ ഈ സാധനത്തെ ഒന്ന് കൊണ്ടുപോകുമായിരിക്കും, വളരെ നല്ലതായിരിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നുന്ന അഭിപ്രായം പറയാനാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഓക്കെ.